അപ്പം ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് കയറി കേട്ടോ. മസനഗുഡി എന്ന് പറയുന്നത് നല്ലൊരു വഴിയാണ്, മീൻസ് നല്ല കാടും നല്ല സുന്ദരമായ വഴികളായിരുന്നു. പക്ഷേ ഫുൾ ടൈം കാട്ടിലേക്ക് കണ്ണും നട്ടിരുന്നു കേട്ടോ. ഒരു മുയലിനെ കാണുമോ, അല്ലെങ്കിൽ ഒരു മാനിനെ കാണുമോ, കടുവേനെ കാണുമോ, ആനേനെ കാണുമോ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ഫൈനലി ഇതാ കുറേ മാനും കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാട്ടാനേനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൂരെ കാട്ടാനേനെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് മസനഗുഡി വഴി കയറിയത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടില്ല, മൃഗങ്ങളെ കാണില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. കാരണം ഒരു 6 മണി തുറന്ന പാട് വന്നാലാണ് ഇച്ചിരി മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റുകയെന്ന്. പക്ഷേ കണ്ണുന്നിട്ട് കാട്ടിത്തരുന്നതിന് ഫലം ഉണ്ടായിരുന്നു. അങ്ങനെ മാന്, അങ്ങനെ ഉടമ്പ്, പിന്നെ അതേപോലെ തന്നെ കാട്ടാന, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ പോകുന്ന വഴികളിൽ ഇങ്ങനെ പുല്ല് മീഞ്ഞ് നടക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ മയിലൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. ഇവിടെയല്ല, വേറെ വഴിക്കൊക്കെ മയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാ ഞങ്ങൾ ആ വഴി നല്ലൊരു വഴിയാട്ടോ, നല്ല സീനറിയലായിട്ടുള്ള നല്ലൊരു വഴിയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ നേരെ നമ്മൾ ഊട്ടിക്കാട്ടോ പിടിക്കുന്നത്. 2 വഴി പോകാമായിരുന്നു, ഒന്ന് മസനഗുഡി വഴിയും പിന്നെ വേറെ ഓപ്പോസിറ്റുള്ള വഴിയും. ആദ്യം ഓപ്പോസിറ്റുള്ള വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്, അതാണ് ഊട്ടിക്കടുത്ത് അവിടെ നിന്ന്. പക്ഷേ മസനഗുഡി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വഴി വന്ന് നേരെ ഊട്ടി നേരെ പോയത് നമ്മൾ എടുത്ത റൂമിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ഇച്ചിരി നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തിയ സമയത്ത് ഇതായിരുന്നു നമ്മളെ റൂം ഉണ്ടായിരുന്നത്. അതായത് ഒരു വലിയ എത്രയോ ഏക്കറിൽ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ റൂം, അതാണ് ഇവിടുത്തെ ഇത്. പക്ഷെ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമും നല്ല കാണാൻ നല്ല സ്പേസ്, നല്ല രസമുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പം തന്നെ വരുമ്പോഴന്നെ ഇതുപോലൊരു ബാത്റൂമാട്ടോ. ബാത്റൂമൊക്കെ നല്ല അത്യാവശ്യം നീറ്റാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു അലമാരയുണ്ട്. അലമാരയിലൊരു ലോക്കർ ഉണ്ടായിരുന്നു. ലോക്കറിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാലും വെറുതെ ഇങ്ങനെ അമർത്തി നോക്കി എന്താണ് ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ. ഇതിൻ്റെ വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ അധികം ചിക്കിച്ചകയാണെന്നൊന്നുമില്ല, കാരണം വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. പിന്നെ ഇതാ റൂമിൽ ഇതുപോലെ ടേബിളും ചെയറൊക്കെ ആയിട്ട് 2 ബെഡ്, ദെൻ സൈഡിലൊരു ബെഡുണ്ട്. ആണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. പക്ഷേ ഫുഡ് ഒരു വകയ്ക്ക് കൊള്ളില്ല. അതായത് നമ്മളെ ഫുഡിൻ്റെ അത്രയും വരില്ലല്ലോ. അവിടുത്തെ കാര്യക്കത് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.